ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പോകുന്നത് എമ്പുരാൻ്റെ ടീസറിലേക്കാണ്. ടീസർ വന്നത് ഇന്നലെയാണ്. നെറ്റിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിലർ. അപ്പോൾ അധികം മുഖവരെയൊന്നും ഇല്ലാതെ ട്രെയിലറിലേക്ക് നമുക്ക് പോകാം. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ സ്റ്റീഫൻ. സൂപ്പർ ഫ്രെയിം. നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Qureshi Abram nexus. Kabuka cartel. This is our chance. Shall we move in? സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവ്, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back. അബ്രാം, ഖുറേഷി അബ്രാം. I hear gunshots. We're moving in. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार आएगा. खुदा हाफिज. ഉഗ്രൻ ടീസർ. ഈ ടീസറിൻ്റെ ഒരു റിയാക്ഷൻ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ചാനലിൽ മുമ്പിട്ട വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരിക്കും ഒരു മമ്മൂട്ടി ഫാനാണ്. അതങ്ങനെ ഒരു ചാനലിൽ പറയുന്നതിന് എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ടീസർ ഗംഭീരം ടീസർ. ഇതിൽ ഓരോ ഫ്രെയിമും ഗൂസ് ബമ്പിങ് ആയിട്ടുള്ള ഫ്രെയിംസാണ്. എന്ത് കിടിലം ഫ്രെയിംസാണ്. എണ്ണി പറയാവുന്നുള്ള ഫ്രെയിമുകളാണ് അതിൽ നിറച്ച്. അതിൻ്റെ ഒരു ഫ്രെയിമിൽ മഞ്ജു വാര്യരാണെന്ന് തോന്നും, ഒരു ബാക്കിൽ നിന്നുള്ള ഷോട്ടിൽ കാണിക്കുമ്പോൾ ഒരു മരം കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അത് കുരിശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രൂപത്തിലാണ് ആ മരം കത്തുന്നത്. ഒരു കുരിശ് മറിഞ്ഞ് ഒരു പള്ളിയുടെ മേൾക്ക് വീഴുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഈസ് ഫാളിങ് ബട്ട് സംബഡി ഈസ് കമ്മിങ് ടു റെസ്ക്യൂ എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ അതിൽ ആ കുതിരയുടെ ഒരു ഫ്രെയിമുണ്ട്. കുതിര ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ കത്തിക്കൊണ്ട് പോകുന്നൊരു ഫ്രെയിം. ആ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ വാർ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആനിമൽസിനെ, അതായത് പ്രീ ഹിസ്റ്റോറിക് സിനിമകളിലൊക്കെ ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന സീൻസ് അങ്ങനെ കാണിക്കാറില്ല, വളരെ കുറച്ചാണ് കാണിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന സീൻസ് ഭയങ്കര ഡെവിളിഷായ ഒരു വാറിനെയാണ് കാണിക്കുന്നത്. കാര്യം ഈവൻ അനിമൽസ് ആർ നോട്ട് ബീങ് സ്പെയർഡ്. അനിമൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ, ഒരു കുതിര നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആണെന്നല്ലോ, പക്ഷേ ആ കുതിരയെ പോലും സ്പെയർ ചെയ്യാത്ത രീതിയിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോരാട്ടം നടക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊരു ഡെവിളിഷ് ആയിട്ടുള്ള ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാ മാസ് വെപ്പൺസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒന്നാണത്. പിന്നെ കബൂക കാർട്ടലിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കബൂക കാർട്ടൽ, ഞാൻ ഈ കബൂക എന്ന് പറയുന്ന പേര് ശരിക്കും റവാണ്ടൻ ജെനിസോഡുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരാണ്. അയാളുടെ പേരിൽ കാർട്ടലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അത് അവിടുത്തെ റൂളർ ആയിരിക്കുകയും പിന്നീട് അവിടെ വലിയ ജനസോഡ് നടത്തുകയും ചെയ്ത ഒരാളാണ്. പക്ഷെ ഓരോ ഫ്രെയിമും ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഫ്രെയിമുകളാണ്. സാധാരണ ഇതിപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ടായിരിക്കാം, ഒരു പക്ഷേ ഇതൊരു പിന്നെ മറ്റേ ഈ അടുത്ത് വന്ന പൃഥ്വിരാജിൻ്റെ ഒരു ഹിന്ദി സിനിമ ഉണ്ട്, ചോട്ടാ മിയാൻ ബഡാ മിയാൻ, അതുപോലെയൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് ആ ഫ്രെയിമുകളുടെ ക്വാളിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പടത്തിൽ എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന്. ആ മോഹൻലാലിൻ്റെ കൈ ആ കൊച്ചു കുട്ടി വന്ന് പിടിക്കുന്ന സീന്, അങ്ങനെ എന്തുമാത്രം ഗംഭീരമായ സീനുകൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഓരോ കമാൻഡോ
കമാൻഡോസ് മൂവ് ചെയ്യുമ്പോഴും ഷോട്ട്സ് പോകുന്നത് ബാക്കിൽ നിന്നാണ്. അതൊക്കെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഷോട്ട്സാണ്. പിന്നെ DOP ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുജിത് വാസുദേവ്, അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ വർക്കുകളിലൊന്നായിരിക്കും ദീപക് ദേവിൻ്റെ BGM. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് തിയേറ്ററിൽ ആറാടി അർമാദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും, ക്വാളിറ്റി ഉള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളത് എനിക്ക് ഒരു 0.001% സംശയം പോലുമില്ല. കാരണം അത്ര കിടിലമായിട്ടാണ് ഈ ട്രെയിലർ ചെയ്തിരിക്കുന്നത്. പിന്നെ മോഹൻലാലിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ അതേ ഓൾറെഡി ലൂസിഫറിൽ ഡെലിവർ ചെയ്തതാണ്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു ഫുൾ ലെങ്ത് മൂവി വരുവാണ്, ഫുൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള. പക്ഷേ എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ള ഒരു ട്രെയിലറാണ്. ഒരേ ഒരു പാളിച്ച പറ്റാവുന്നത് അല്ലെങ്കിൽ ഒരു പോരായ്മ തോന്നാവുന്ന ഒരു ഭാഗം അതിൻ്റെ VFX ആണ്. പക്ഷേ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ട്രെയിലർ കണ്ടിട്ട് യാതൊരുവിധ കംപ്ലൈൻറ്റും VFXന് തോന്നുന്നില്ല. നമുക്ക് തിയേറ്ററിൽ മാത്രമേ VFXൻ്റെ ഒരു ക്വാളിറ്റി അറിയാവൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ കൊറിയയിലുള്ള ഒരു ആക്ടർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യക്കൂസ ഗാങ്ങിനെ പറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ ട്രെയിലറിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലുള്ള എന്തൊക്കെയോ സീക്രട്ടീവ് സാധനങ്ങൾ ഈ പടത്തിൻ്റെ അകത്തുണ്ട്, പക്ഷേ ടീസറിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിവേ ഈ ടീസർ കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടായിരുന്ന എക്സ്പെക്റ്റേഷൻ്റെ ഒരു 2 ഇരട്ടി എക്സ്പെക്റ്റേഷൻ ആവുകയാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇതുവരെ വന്നിട്ടുള്ള ആക്ഷൻ സിനിമകളിൽ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമ ടീസറാണ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ട്, ആ പള്ളിക്കകത്തു നിന്നുള്ള ഒരു ഡബിൾ ബാരൽ ഗണ്ണൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യുന്ന സീക്വൻസ്, അതെനിക്ക് തോന്നുന്നു അതൊരു റെഫറൻസ് മെറ്റീരിയലിൽ നിന്ന് വന്നതായിരിക്കണം. ഫേസ് ഓഫ് എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അതുപോലെ തന്നെ തെലുങ്ക് സിനിമയായ അത്തഡു എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് മഹേഷ് ബാബുവിൻ്റെ. ആ മഹേഷ് ബാബുവിൻ്റെ അത്തഡു എന്ന് പറയുന്ന സിനിമയിലെ ക്ലൈമാക്സ് ഷോട്ട് സോനു സൂദാണെന്ന് തോന്നുന്നു അതിൽ വില്ലനായിട്ട് വരുന്നത്. അത് ഏതാണ്ട് ഇതിന് സമാനമായ രീതിയാണ്. പ്രാവുകളൊക്കെ പറക്കുന്നു, ഡബിൾ ബാരൽ ഗൺ ഫൈറ്റും ഒക്കെ. പക്ഷേ ഡെഫിനറ്റ്ലി ഇതിൻ്റെ സ്കെയിൽ ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാം കൊണ്ടും അടിപൊളിയായ ടീസർ. സോ 1000% എക്സ്പെക്റ്റേഷനോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ, മാർച്ച് 27. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ എക്സ്പെക്റ്റേഷൻസ് വാനോളം ഉയർത്തുന്ന ഒരു ട്രെയിലറായിരുന്നു ഇതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.